അടുത്തത് ബിഹേവിയറൽ അപ്രോച്ച് ടു മാനേജ്മെൻ്റ് ആണ്. അതിന് മുൻപേ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ അറിയണം. മാനേജ്മെൻറ്റിന് ഒരുപാട് തിയറീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലാസിക്കൽ തിയറീസും അതേപോലെ തന്നെ മോഡേൺ തിയറീസും കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു തിയറിയാണ് ബിഹേവിയറൽ തിയറിയുടെ ഭാഗമായിട്ടാണ് ഈ ബിഹേവിയറൽ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് പഠിക്കാനുള്ളത്. അതിൽ ദ ബിഹേവിയറൽ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് highlighted what the classical advocates overlooked, the human aspect. The classical theorists looked at the organization from a production perspective. The behavioral advocates viewed it from the individual's viewpoint. അതായത് ക്ലാസിക്കൽ തിയറീസ്, മാനേജ്മെൻറ്റിൻ്റെ ക്ലാസിക്കൽ തിയറീസ് കൊണ്ടുവന്ന ആളുകൾ അവർ ഹ്യൂമൻ ആസ്പെക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. അവർ പ്രൊഡക്ഷൻ ആസ്പെക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അവർ ഹ്യൂമൻ ആസ്പെക്റ്റിന് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. ഈ ബിഹേവിയറൽ അപ്രോച്ച് അല്ലെങ്കിൽ ബിഹേവിയറൽ തിയറീസ് കൊണ്ടുവന്ന ആളുകൾ ഹ്യൂമൻ ആസ്പെക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അവർ ഇൻഡിവിജ്വൽസിൻ്റെ വ്യൂ പോയിൻറ്റിൽ നിന്നുകൊണ്ടാണ് ഓർഗനൈസേഷനെ നോക്കിക്കണ്ടത്. ഓക്കെ, ക്ലാസിക്കൽ തിയറീസ് ഇമ്പോർട്ടൻസ് കൊടുത്ത പ്രൊഡക്ഷൻ പേഴ്സ്പെക്റ്റീവിനാണ്. പ്രൊഡക്ഷൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബിഹേവിയറൽ അപ്രോച്ച് കൊണ്ടുവന്ന ആളുകൾ ഇൻഡിവിജ്വൽസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ദ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് എംഫസിസ് ദ ഹ്യൂമൻ എലമെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ഡ്യൂലി റെക്കഗ്നൈസിങ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ഇറ്റ് പ്ലേസസ് മോർ സ്ട്രെസ് ഓൺ ഇൻഡിവിജ്വൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ആൻഡ് ഓൺ ഗ്രൂപ്പ് പ്രോസസ്സ്. അതായത് ഈ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്, അതായത് ബിഹേവിയറൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ചസ് കൊണ്ടുവന്ന ആളുകൾ ഹ്യൂമൻ എലമെൻറ്റ്സ് ആണ്, ഓർഗനൈസേഷനിലെ ഹ്യൂമൻ എലമെൻറ്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അവർ ഇൻഡിവിജ്വൽസിൻ്റെ ആറ്റിറ്റ്യൂഡ്സിനും ബിഹേവിയറിനുമാണ്, ഇൻഡിവിജ്വൽ അവിടെയുള്ള ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡ്സിനും ബിഹേവിയേഴ്സിനും ആണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഗ്രൂപ്പ് പ്രോസസ്സിനും. The behavioral approach concerns itself with the social and psychological aspect of human behavior in an organization. അപ്പോൾ ബിഹേവിയറൽ അപ്രോച്ചിൽ അവിടെയുള്ള എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള ഹ്യൂമൻ ബീയിങ്സിൻ്റെ സോഷ്യലായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ബിഹേവിയർ ഉണ്ടല്ലോ, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതിനാണ് എംഫസിസ് കൊടുത്തിരിക്കുന്നത്. ദ ബിഹേവിയർ ഓഫ് മെമ്പേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ക്ലിയർലി അഫക്റ്റ് ബോത്ത് ഇറ്റ്സ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ആസ് വെൽ ആസ് ദ പ്രിൻസിപ്പിൾ ഓൺ വിച്ച് ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ്. കാരണം അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ ബീയിങ്സ് അവരുടെ ബിഹേവിയർ, അവരുടെ നേച്ചർ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിനെയും ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ്ങിനെയും ബാധിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ബിഹേവിയറൽ അപ്രോച്ച് കൊണ്ടുവന്ന ആളുകൾ ഈ ഹ്യൂമൻ ആസ്പെക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം എന്താണ്, ഒരിക്കൽ കൂടെ പറയാം. ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിൻ്റെ ബിഹേവിയർ ആ ഓർഗനൈസേഷൻ്റെ ഫങ്ഷനെയും സ്ട്രക്ചറിനെയും ബാധിക്കും, ക്ലിയർലി എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിഹേവിയറൽ റിസർച്ചേഴ്സ് ഹാവ് പ്രൊവൈഡഡ് സഫിഷ്യൻറ്റ് എവിഡൻസ് ദാറ്റ് ഹ്യൂമൻ എലമെൻറ്റ് ഈസ് ദ കീ ഫാക്ടർ ഇൻ ദ സക്സസ് ഓർ ഫെയിലിയർ ഓഫ് എൻ ഓർഗനൈസേഷൻ. അപ്പോൾ അതായത് സക്സസ് അല്ല കേട്ടോ, സക്സസ് ഓറാണ്. ബിഹേവിയറൽ റിസർച്ചേഴ്സ് പറയുന്നത്, ബിഹേവിയറൽ ആസ്പെക്റ്റ് റിസർച്ച് ചെയ്ത അല്ലെങ്കിൽ സ്റ്റഡി ചെയ്ത ആളുകൾ പറയുന്നത് ഹ്യൂമൻ എലമെൻറ്റാണ് ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ തീരുമാനിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് ഹ്യൂമൻ എലമെൻ്റ് ആണെന്നാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ അസംഷൻ. ഈ ബിഹേവിയറൽ അപ്രോച്ചിന് കുറച്ച് അസംഷൻസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓർഗനൈസേഷൻ ഈസ് എ സോഷ്യോ എക്കണോമിക് സിസ്റ്റം ഇൻവോൾവിങ് പീപ്പിൾ ആൻഡ് ടെക്നോളജി ആസ് ദെയർ പ്രൈമറി കമ്പോണൻസ്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യോ എക്കണോമിക് ടെക്നിക്കൽ സിസ്റ്റമാണ്. സോഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആളുകളുണ്ടാവും, ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ടെക്നോളജിയും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ രണ്ടും കൂടി ചേർന്നതാണ്, സോഷ്യോ ടെക്നിക്കൽ സിസ്റ്റമാണ്. അവിടെ ഹ്യൂമൻ ബീയിങ്സും ഉണ്ട്, ടെക്നോളജിയും ഉണ്ട്. ഓക്കെ, അതാണ് ആ ഓർഗനൈസേഷൻ്റെ പ്രൈമറി കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ആ അസംഷനെ അതാണ് ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത്. അവിടെ പീപ്പിളും ഉണ്ട്, അതേപോലെ തന്നെ ടെക്നോളജിയും ഉണ്ട്. ദ ബിഹേവിയർ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ക്ലിയർലി അഫക്റ്റഡ് ബോത്ത് ഇറ്റ്സ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ആസ് വെൽ ആസ് ദ പ്രിൻസിപ്പിൾ ഓൺ വിച്ച് ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ അവിടെയുള്ള ഹ്യൂമൻ ബീയിങ്സിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള മെമ്പേഴ്സിൻ്റെ ബിഹേവിയർ ആ ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ്, സ്ട്രക്ചർ, പ്രിൻസിപ്പിൾ എല്ലാ കാര്യങ്ങളെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്.
എന്നാണ് അടുത്ത അസംഷനായിട്ട് പറയുന്നത്. ഇൻഡിവിജ്വൽ ബിഹേവിയർ ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ബിഹേവിയർ ഓഫ് ദ ഗ്രൂപ്പ് ടു വിച്ച് ഹി ബിലോങ്സ്. മാത്രമല്ല ഇൻഡിവിജ്വൽസ് ബിഹേവിയർ, ആ ഓർഗനൈസേഷനിലെ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ ബിഹേവിയർ greatly influence the behavior by the behavior of the group to which he belongs. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ബിഹേവിയർ അവർ ഏത് ഗ്രൂപ്പിലാണോ നിൽക്കുന്നത് ആ ഗ്രൂപ്പിലെ ബിഹേവിയറുമായിട്ട് ആ ഗ്രൂപ്പ് ബിഹേവിയറും കൂടെ ഈ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ അത് എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏത് ഗ്രൂപ്പിലാണോ നിൽക്കുന്നത് ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ മറ്റാളുകളുടെയും ആ ഗ്രൂപ്പിൻ്റെയും ബിഹേവിയർ തന്നെയായിരിക്കും അവിടെയുള്ള ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പ് ബിഹേവിയർ എങ്ങനെയാണോ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ബിഹേവിയർ. അതുതന്നെയാണ് എവിടെയും പറയുന്നത്. ആ ഇൻഡിവിജ്വൽ ഏത് ഗ്രൂപ്പിലാണോ നിൽക്കുന്നത് ആ ഗ്രൂപ്പ് ബിഹേവിയർ അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പറയുന്നത്. എ വൈഡ് റേഞ്ച് ഓഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് വർക്ക് ആൻഡ് ഇൻ്റർപേഴ്സണൽ ബിഹേവിയർ ഓഫ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയീസിൻ്റെ ഇൻ്റർപേഴ്സണൽ ബിഹേവിയറിനെയും വർക്കിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ് ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ അസംഷനായിട്ട് പറയുന്നത്. ഒരു വർക്കിനെയും അതേപോലെ തന്നെ ഒരാളുടെ ബിഹേവിയറിനും എഫക്റ്റ് ചെയ്യുന്ന നിരവധി ഫാക്ടേഴ്സാണ്, നിരവധി ഘടകങ്ങളാണ് ഒരു ഓർഗനൈസേഷനിലുള്ളത്. ദെൻ കോൺഗ്രൻസ് between organizational goals and individual goals, organization members would be established. അതായത് ഓർഗനൈസേഷണൽ ഗോൾസും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഗോൾസും അത് തമ്മിലൊരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മെമ്പേഴ്സ് അത് തമ്മിലൊരു ബാലൻസ് ഓർഗനൈസേഷണൽ മെമ്പേഴ്സ് കൊണ്ടുവരേണ്ടതാണെന്നാണ് പറയുന്നത്. അടുത്തത് സെവറൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ പെർസെപ്ഷൻ, ആസ്പിറേഷൻ, നീഡ്സ്, ഫീലിംഗ്സ്, എബിലിറ്റീസ് ആൻഡ് വാല്യൂസ് ഓഫ് പീപ്പിൾ എക്സൈറ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. സച്ച് ഡിഫറൻസ് അലോങ് വിത്ത് ദിയർ ചേഞ്ചിങ് നേച്ചർ ഓവർ പീരീഡ്സ് ഓഫ് ടൈം ഹാവ് ടു ബി റെക്കഗ്നൈസ്ഡ്. അതായത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ആറ്റിറ്റ്യൂഡ്, പെർസെപ്ഷൻ, നീഡ്സ്, ഫീലിങ്സ്, എബിലിറ്റീസ്, കഴിവുകൾ, നീഡ്സ്, ആവശ്യങ്ങൾ, അവരുടെ ആസ്പിറേഷൻസ്, അവരുടെ കാഴ്ചപ്പാട്, ഫീലിങ്സ് എല്ലാം വ്യത്യസ്തമാണ് അല്ലേ? ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഓരോ ഫാക്ടേഴ്സും എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. Informal leadership rather than formal authority or superior is more important for increase in employees performance. ഫോർമൽ അതോറിറ്റി മാത്രം ഒരു ഓർഗനൈസേഷനിൽ പോരാ. ദാറ്റ് ഈസ് സ്കാലർ ചെയിൻ പോലുള്ള ഫോർമൽ അതോറിറ്റി മാത്രം പോരാ, ഇൻഫോർമൽ ആയിട്ടുള്ള ലീഡർഷിപ്പും കൂടെ എംപ്ലോയീസിന് വേണം, ആവശ്യമാണ്. എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ encourage positive attitude of employees towards work and faster high morale and initiative among them. നമ്മളെപ്പോഴും ഡെമോക്രാറ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ, ഓട്ടോക്രാറ്റിക്കിനെക്കാട്ടിലും കൂടുതൽ ലീഡർഷിപ്പ് സ്റ്റൈൽ പറയുമ്പോൾ പറഞ്ഞാണ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ, അതേപോലെ തന്നെ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ. ഓക്കെ, പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സ്റ്റൈലും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലും ഒക്കെയാണ് എംപ്ലോയീസിൽ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുന്നത്. ഓക്കെ, അവരുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രമല്ല അവരുടെ മനോധൈര്യം വർദ്ധിപ്പിക്കാനും നമ്മളെപ്പോഴും ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതി അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ബൈ നേച്ചർ മോസ്റ്റ് പീപ്പിൾ എൻജോയ് വർക്ക് ആൻഡ് ആർ മോട്ടിവേറ്റഡ് ബൈ സെൽഫ് ഡിറക്ഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് സെൽഫ് ഡെവലപ്മെൻറ്റ്. അതായത് മിക്ക കേസുകളിലും ഒരു വർക്കർ എന്ന് പറയുന്നത്, ആളുകൾ എന്ന് പറയുന്നത് അവരുടെ വർക്ക് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവർ സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളും സെൽഫായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ, നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനും നമുക്ക് നമ്മളെ തന്നെ ഡയറക്റ്റ് ചെയ്യാനും കഴിവുള്ള ആളുകളാണ്. അല്ലെങ്കിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് ഈ അവിടെയുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കോൺഫ്ലിക്റ്റ് ഇൻ ഓർഗനൈസേഷൻ മേ ടു സം extend to inevitable and at time even desirable for development. Innovation and creativity in certain cases. Conflict and cooperation coexist in organization. Conflict are not to be superseded but are to be resolved, and that too
ടു നോട്ട് ഓൾവൈസ് കോർഡിനേറ്റ് ഇൻ വൈറ്റൽ ഫോർ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഗോൾസ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ കോൺഫ്ലിക്റ്റും ഉണ്ടാവും, അതേപോലെ തന്നെ കോപ്പറേഷനും ഉണ്ടാവും അല്ലേ. തർക്കങ്ങൾ ഉണ്ടാവും, അതേപോലെ തന്നെ കോപ്പറേഷനും ഉണ്ടാവും. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യുക, കോർഡിനേഷൻ കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് ആളുകൾ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് 10ാമത്തെ പോയിന്റിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷനിൽ ടെക്നോളജി ഉണ്ട്, അതേപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സും ഉണ്ട്. അത് രണ്ടുമാണ് ഒരു ഓർഗനൈസേഷൻ്റെ പ്രൈമറി കമ്പോണൻറ്റ്. അതിൽ ഓരോ മെമ്പേഴ്സിൻ്റെയും ബിഹേവിയർ ആ ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ്ങിനെയും സ്ട്രക്ചറിനെയും എഫക്റ്റ് ചെയ്യും. മാത്രമല്ല ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഒരു ഇൻഡിവിജ്വൽ ഏത് ഗ്രൂപ്പിലാണോ നിൽക്കുന്നത് ആ ഗ്രൂപ്പിൻ്റെ ബിഹേവിയറും കൂടെ ആ ഇൻഡിവിജ്വലിനെ എഫക്റ്റ് ചെയ്യും. മാത്രമല്ല ഒരു ഇൻഡിവിജ്വലിൻ്റെ വർക്കിനെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിനെയും സ്വാധീനിക്കുന്ന ഇൻ്റർപേഴ്സണൽ, പരസ്പരം ആളുകൾ തമ്മിലുള്ള ഒരു ബിഹേവിയറിനെയും സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ ഗോൾസും ഓർഗനൈസേഷൻ ഗോൾസും തമ്മിൽ എപ്പോഴും ഒരു ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് ആളുകൾക്ക് സാധിക്കണം. ദെൻ അതേപോലെ ഒരു ആളുകൾ എന്ന് പറയുന്നത് അവരുടെ ഓർഗനൈസേഷൻ ആളുകളുടെ കാഴ്ചപ്പാടുകൾ അതേപോലെ തന്നെ ആവശ്യങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ഡിഫറൻസും അതേപോലെ തന്നെ ഓരോ ആളുകളുടെയും നേച്ചറും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കുമല്ലോ, നീഡ്സും പെർസെപ്ഷനൊക്കെ വ്യത്യാസമായിരിക്കുമല്ലോ. ആ വ്യത്യാസങ്ങളും പിന്നെ ആ വ്യത്യാസങ്ങൾ ഓരോ ടൈം പീരീഡിലും എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ളതും കൂടെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്, റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇൻഫോർമൽ ലീഡർഷിപ്പ് വേണം, ഫോർമൽ അതോറിറ്റിയും വേണം, രണ്ടും ഒരു ഓർഗനൈസേഷനിൽ വേണം. അതേപോലെ നമ്മുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ എപ്പോഴും ഡെമോക്രാറ്റിക് ആണ് നല്ലത്. അതേപോലെ മാനേജീരിയൽ സ്റ്റൈൽ എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് മാനേജീരിയൽ സ്റ്റൈലാണ് നല്ലത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എംപ്ലോയീസിനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കും, അത് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുന്നതാണ് പറയുന്നത്. മാത്രമല്ല മിക്ക ആളുകളും വർക്ക് ചെയ്യണത് അവർ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ്, അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു ഓർഗനൈസേഷനിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, കോപ്പറേഷനും ഉണ്ടാവും. കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്തിട്ട് അത് തീർത്തിട്ട് എന്ത് ചെയ്യുക, കോർഡിനേറ്റ് എല്ലാവരെയും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ എസംഷൻസ് ആയിട്ട് പറയുന്നത്. അങ്ങനെ ഒരു 10 എസംഷൻസ് ആണ് ഇതിൽ വരുന്നത്. ദെൻ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി ബിഹേവിയറൽ അപ്രോച്ച് എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് മാനേജ്മെൻറ്റ് ഫീൽഡിലേക്ക്. ഇംപ്രൂവ്ഡ് യൂസേജ് ഓഫ് ടീംസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. അതായത് ബിഹേവിയറൽ അപ്രോച്ച് ടീം വർക്കിനെ കുറച്ചും കൂടെ എംഫസിസ് കൊടുക്കുന്നുണ്ട്. ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ എപ്പോഴും ടീം വർക്ക് എപ്പോഴും നല്ലതാണെന്നുള്ളതാണ് ബിഹേവിയറൽ അപ്രോച്ച് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒന്നാമത്തെ പോയിന്റ്. എംഫസിസ് ഓൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റാഫിന് എപ്പോഴും ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കൊടുക്കണം എന്നുള്ളത് ബിഹേവിയറൽ അപ്രോച്ച് എംഫസിസ് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുത്ത കാര്യമാണ്. ദെൻ യൂസ് ഓഫ് ഇന്നവേറ്റീവ് റിവാർഡ് ആൻഡ് ഇൻസെൻറ്റീവ് ടെക്നിക്സ്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നവേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള റിവാർഡ്സ് കൊടുക്കുക, അതേപോലെ തന്നെ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതും ബിഹേവിയറൽ അപ്രോച്ച് കോൺട്രിബ്യൂട്ട് ചെയ്ത കാര്യമാണ്. ദെൻ ഫർദർമോർ ദ മെയിൻ ഫോക്കസ് ഓൺ ദ മോഡേൺ മാനേജ്മെൻറ്റ് തിയറി ടു എംപവറിങ് എംപ്ലോയീസ് വിയ ഷെയർഡ് ഇൻഫർമേഷൻ. എംപ്ലോയീസിൻ്റെ ഇത് കൂടാതെ എംപ്ലോയീസിനെ മോഡേൺ തിയറി പറയുന്നത് എംപ്ലോയീസിനെ എംപവർ ചെയ്യുക ത്രൂ ഷെയർഡ് ഇൻഫർമേഷൻ. അതിനാണ് ഇമ്പോർട്ടൻസ് ബിഹേവിയറൽ അപ്രോച്ച് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ടീം വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ക്രിയേറ്റീവായിട്ടുള്ള റിവാർഡ്സും ക്രിയേറ്റീവായിട്ടുള്ള ഇൻസെൻറ്റീവ്സും എംപ്ലോയീസിന് കൊടുക്കണം എന്നുള്ളതിന് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എംപ്ലോയീസിനെ എംപവർ ചെയ്യുക ത്രൂ ഷെയർഡ് ഇൻഫർമേഷനിലൂടെ എംപ്ലോയീസിനെ എംപവർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ബിഹേവിയറൽ അപ്രോച്ച് പറയുന്നത്. ദെൻ ബിഹേവിയറൽ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് വാസ് ക്രിട്ടിസൈസ്ഡ് ടു ദ ഫോളോയിങ് ഗ്രൗണ്ട്സ്. ഇത് പക്ഷേ ബിഹേവിയറൽ അപ്രോച്ച് ഇത്രയും പറയുന്നുണ്ടെങ്കിലും ബിഹേവിയറൽ അപ്രോച്ചിന് കുറച്ച് ക്രിറ്റിസിസം കൂടെ ഉണ്ട്. ഓക്കെ, ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടും ഈ അപ്രോച്ചിനെ അല്ലെങ്കിൽ ബിഹേവിയറൽ തിയറീസിനെ കുറച്ച് ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുകയുണ്ടായി. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് പ്രൊസീജിയർ അനാലിസിസ് ഓഫ് ദ ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻ ഡ്രോൺ ഫ്രം
that are not linked to each other rationally. In fact, the conclusion are not supported by adequate evidence. അതായത് ബിഹേവിയറൽ അനലിസ്റ്റുകൾ, ബിഹേവിയറൽ തിയറി കൊണ്ടുവന്ന ആളുകൾ ഒരുപാട് റിസർച്ച് നടത്തിയിട്ട് ഒരുപാട് ഫൈൻഡിങ്സും കൺക്ലൂഷൻസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്താണ് യുക്തിക്ക് അത്ര നിരക്കാത്ത കുറച്ച് കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. മാത്രമല്ല അങ്ങനെയുള്ള കൺക്ലൂഷൻസിന് അവർ കുറേ കൺക്ലൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഫൈൻഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഫൈൻഡിങ്സിനും കൺക്ലൂഷൻസിനും ഒന്നും ആഡിക്വേറ്റ് ആയിട്ടുള്ള തെളിവുകൾ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബിഹേവിയറൽ അപ്രോച്ചുകാർ കുറേ ഫൈൻഡിങ്സും കൺക്ലൂഷൻസൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന് അനുസൃതമായിട്ടുള്ള ആ ഫൈൻഡിങ്സിന് വേണ്ട തെളിവുകൾ ഹാജരാക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹാപ്പിനെസ് ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് പ്രൊഡക്ടിവിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ സിംപ്ലിസ്റ്റിക് അസംഷൻ, വൈൽ ഇൻ റിയാലിറ്റി ദ സിറ്റുവേഷൻ ഈസ് മോർ കോംപ്ലക്സ് ഡ്യൂ ടു ബിഹേവിയറൽ ഫിനോമിന. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷനും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ പ്രൊഡക്ടിവിറ്റിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷനും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷന് കുറേ സിംപ്ലിഫിക് ആയിട്ടുള്ള അസംഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ആ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള അസംഷൻസ് ശരിക്കും റിയാലിറ്റിയിൽ അത്ര സിമ്പിളല്ല, അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. കാരണം ഇത്രയേ ഉള്ളൂ, ഇത്രയേ പറയുള്ളൂ. ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ള കാര്യം വളരെ കഷ്ടമാണ്. ഹ്യൂമൻ ബിഹേവിയറിനെ മനസ്സിലാക്കിയെടുക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള അസംഷൻ വെച്ചുകൊണ്ടൊന്നും നമുക്ക് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്നാണ് ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത്. Furthermore, all these studies failed to focus on the attitude of the workers, which played a crucial role in influencing their performance and productivity. അപ്പോൾ ഈ ബിഹേവിയറൽ അപ്രോച്ചുകാർ കൊണ്ടുവന്ന പല സ്റ്റഡികളിലും ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷേ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ എംപ്ലോയിയുടെ പെർഫോമൻസും പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതിൽ എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡിന് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ ബിഹേവിയറൽ അപ്രോച്ചുകാർ ആറ്റിറ്റ്യൂഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ മൂന്ന് ക്രിറ്റിസിസമാണ് വന്നിരിക്കുന്നത്. ഒന്ന്, ബിഹേവിയറൽ അപ്രോച്ചുകാർ കണ്ടെത്തിയ ഫൈൻഡിങ്സിനും കൺക്ലൂഷനും വേണ്ടത്ര തെളിവില്ല എന്നുള്ളത്, ആഡിക്വേറ്റ് എവിഡൻസ് ഇല്ല എന്നുള്ളത്. രണ്ട്, ഈ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. അതിനെ ഒരു സിംപ്ലിസ്റ്റിക് അസംഷൻ കൊണ്ട് മാത്രം നമുക്ക് പഠിക്കാനും അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. അതേപോലെ ആറ്റിറ്റ്യൂഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല, എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല, വേണ്ടത്ര ഫോക്കസ് കൊടുത്തിട്ടില്ല എന്നുള്ളതും അതിന് ക്രിറ്റിസിസമായിട്ട് പറയാം. അങ്ങനെ 3 ക്രിറ്റിസിസമാണ് ഇതിൽ പറയുന്നത്. ഇതിനടുത്തത് കോൺട്രിബ്യൂട്ടേഴ്സ് ടു ബിഹേവിയറൽ തിയറീസ് ആണ്. ബിഹേവിയറൽ തിയറീസിന് ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ആദ്യം മേരി പാർക്കർ ഫോളറ്റ് എന്ന് പറയുന്ന വ്യക്തി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഫോളറ്റ് ഈസ് എ പോയിനർ ഓഫ് ബിഹേവിയറൽ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ്. ബിഹേവിയറൽ അപ്രോച്ച് കൊണ്ടുവന്ന ആദ്യത്തെ ആളുകളിൽ ഒരാളാണ് മേരി പാർക്കർ ഫോളറ്റ് എന്ന് പറയുന്ന വ്യക്തി. ഷീ റെക്കഗ്നൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമൻ എലമെൻറ്റ് ആൻഡ് ആട്രിബ്യൂട്ടഡ് ഗ്രേറ്റർ സിഗ്നിഫിക്കൻസ് ടു ദ ഫങ്ഷനിങ് ഓഫ് ഗ്രൂപ്പ് ഇൻ വർക്ക് പ്ലേസ്. അതായത് അതിൽ അവർ കൊണ്ടുവന്ന തിയറിയിൽ അവർ പറയുന്നത് ഹ്യൂമൻ എലമെൻസിനാണ് അവർ സിഗ്നിഫിക്കൻസ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഗ്രൂപ്പ് വർക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ മേരി പാർക്കർ ഫോളറ്റ് ഹ്യൂമൻ എലമെൻറ്റിനും വർക്ക് പ്ലേസുകളിലുള്ള ഗ്രൂപ്പ് ഫങ്ഷനിങ്ങിനുമാണ്, ഗ്രൂപ്പ് വർക്കിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇതിന് അടുത്ത വ്യക്തി എന്ന് പറയുന്നത് എൽട്ടൺ മയോ ആണ്. എൽട്ടൺ മയോ ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. അപ്പോൾ ഫാദർ ഓഫ് ഹ്യൂമൻ ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ ഫാദർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽട്ടൺ മയോ ആണ്. എൽട്ടൺ മയോ ആൻഡ് ഹീസ് അസോസിയേറ്റ് കണ്ടക്ടഡ് എ സ്റ്റഡി അറ്റ് ദ വെസ്റ്റേൺ ഇലക്ട്രിക് ഹാവ്തോൺ പ്ലാന്റ് ബിറ്റ്വീൻ 1927 and 1932 to evaluate the attitude and psychological reaction of workers on the job situations. അതായത് എൽട്ടൺ മയോ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സും കൂടെ ഒരു ഹാവ്തോൺ സ്റ്റഡി നടത്തിയിരുന്നു. 1927 മുതൽ 1932 വരെ
27 and 32 ഇങ്ങനെ ഒരു ഹാപ്തോൺ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്തോൺ പ്ലാന്റിൽ നടത്തിയ സ്റ്റഡി. ഈ ഹാപ്തോൺ സ്റ്റഡിയിൽ അദ്ദേഹം ഇവാലുവേറ്റ് ചെയ്തത് വർക്കേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡും വർക്കേഴ്സിൻ്റെ സൈക്കോളജിക്കൽ റിയാക്ഷനുമാണ്. അപ്പോൾ ഓൺ ദ ജോബ് സിറ്റുവേഷനിൽ ഒരു വർക്കറിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഒരു വർക്കറിൻ്റെ സൈക്കോളജിക്കൽ റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് എൽട്ടൺ മയോയും അവരുടെ അസോസിയേറ്റ്സും പഠിച്ചത്. അദ്ദേഹത്തിന് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൻ്റെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹം നടത്തിയ സ്റ്റഡിയാണ് ഹാപ്തോൺ സ്റ്റഡി. ഈ ഹാപ്തോൺ സ്റ്റഡി എന്ന് പേര് വരാൻ കാരണം വെസ്റ്റേൺ ഇലക്ട്രിക്കൽ ഹാപ്തോൺ പ്ലാന്റിലാണ് കണ്ടക്ട് ചെയ്തത്. അത് വർക്കേഴ്സിന് ഓൺ ദ ജോബിലുള്ള ആറ്റിറ്റ്യൂഡ്സും സൈക്കോളജിക്കൽ റിയാക്ഷനും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സ്റ്റഡി നടത്തിയത്. മൂന്നാമത്തെ ആൾ എബ്രഹാം മാസ്ലോ ആണ്. പലരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം 1808 to 1970 ഓക്കെ റിലേറ്റ്സ് ഹ്യൂമൻ മോട്ടിവേഷൻ ടു ഹൈറാർക്കി ഓഫ് നീഡ്സ്. അതിൽ അദ്ദേഹം പറയുന്നത് എബ്രഹാം മാസ്ലോ കൊണ്ടുവന്നത് ഹ്യൂമൻ നീഡ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നീഡ് ഹൈറാർക്കി തിയറി എന്നുള്ളതാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ നീഡ്സിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പഠിച്ചത്. മാസ്ലോ ഫോക്കസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ നീഡ്സ് വിച്ച് ആർ ദ മേജർ ഡ്രൈവിംഗ് ഫോഴ്സസ് ഫോർ ഹ്യൂമൻ മോട്ടിവേഷൻ. അതായത് ആളുകളുടെ നീഡ്സാണ് അവരെ ഡ്രൈവ് ചെയ്യുന്നത്, മോട്ടിവേഷനായിട്ട് മാറുന്നത്. ഓക്കെ, നമുക്കൊരു ഇപ്പോൾ അദ്ദേഹം പഠിച്ച ഒരു നീഡ്സാണ് സേഫ്റ്റി നീഡ്സ്, അതേപോലെ തന്നെ എസ്റ്റീം നീഡ്സ്, സോഷ്യൽ നീഡ്സ്, അങ്ങനെയുള്ള നീഡ്സൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അതായത് ഒരാളുകളുടെ നീഡ്സാണ്, ഹ്യൂമൻ ബീങ്സിൻ്റെ നീഡ്സാണ് അവരെ എന്ത് ചെയ്യുന്നത്, ഡ്രൈവ് ചെയ്യണത്, അവരെ നയിക്കണത്, അവരുടെ വർക്കിലേക്ക് അല്ലെങ്കിൽ അവരെ നയിക്കുന്നത് അവരുടെ നീഡ്സാണെന്നുള്ളതാണ് എബ്രഹാം മാസ്ലോ പറയുന്നത്. ദെൻ മക്ഗ്രിഗർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് made certain assumption about people, categorizing them under theory X and theory Y. മക്ഗ്രിഗർ കൊണ്ടുവന്നിരിക്കുന്നത് തിയറി എക്സും തിയറി വൈയും ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. തിയറി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് വ്യൂ എബൌട്ട് പീപ്പിൾ, നെഗറ്റീവ് ആയിട്ടുള്ള തിയറിയാണ് തിയറി എക്സ് എന്ന് പറയുന്നത്. അതിൽ തിയറി എക്സിൽ നെഗറ്റീവ് വ്യൂ ആണ് കാണിക്കുന്നത്. പീപ്പിൾ ആർ ലേസി, ഹാവ് ലിറ്റിൽ അംബിഷൻ, ഡിസ്ലൈക്ക് വർക്ക്, അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് റിക്വയർ ഡിറക്ഷൻ ടു വർക്ക്. അതായത് തിയറി എക്സിൽ പറയുന്നത് ആളുകൾ എപ്പോഴും എന്താണ് മടിയന്മാരായിരിക്കും, അവർക്ക് അംബീഷൻ എപ്പോഴും കുറവായിരിക്കും, അവരവരുടെ വർക്ക് തീരെ ഇഷ്ടപ്പെടില്ല, അവരെപ്പോഴും റെസ്പോൺസിബിലിറ്റി ഒഴിവാക്കാനാണ് നോക്കുന്നത്. അതേപോലെ അവർക്ക് ഡയറക്ഷൻ കിട്ടിയാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അല്ലാണ്ട് സ്വന്തമായിട്ട് വർക്ക് ചെയ്യില്ല. ഇതാണ് തിയറി എക്സ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് തിയറി എക്സ് പറയുന്നത്, നെഗറ്റീവ് വ്യൂ പോയിൻറ്റ്സ് ആണ് പറയുന്നത്. തിയറി വൈ ഓൺ ദ കോൺട്രറി അസ്യൂം ദാറ്റ് പീപ്പിൾ ആർ മോർ പോസിറ്റീവ്, capable of self-control and innovative and creative and do not inherent dislike work. ഇത് നേരെ ഓപ്പോസിറ്റാണ് തിയറി വൈ. തിയറി വൈയിൽ പറയുന്ന ആളുകൾ പോസിറ്റീവായിട്ടുള്ള ആളുകളാണ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ്, സെൽഫ് കൺട്രോൾ, സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്, അവർക്ക് സെൽഫ് കൺട്രോൾ ഉണ്ട്, ഒരു ഇന്നോവേറ്റീവാണ് എംപ്ലോയീസ്, ക്രിയേറ്റീവാണ് എംപ്ലോയീസ്, അതേപോലെ തന്നെ അവരവരുടെ വർക്കിനെ സ്നേഹിക്കണു എന്നാണ് പറയുന്നത് തിയറി വൈ. ഓക്കെ, തിയറി എക്സ് നെഗറ്റീവ് ആസ്പെക്റ്റുകളും തിയറി വൈ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റുകളുമാണ് പറയുന്നത് മക്ഗ്രിഗർ കൊണ്ടുവന്നതിൽ. ദെൻ ചാൾസ് എർക്രീസ് കൊണ്ടുവന്നിരിക്കുന്നത്, ചാൾസ് അല്ല, ക്രിസ് എർക്രീസ്. ഓക്കെ, ക്രിസ് കൊണ്ടുവന്നത് കോൺട്രിബ്യൂഷൻ ടു ബിഹേവിയറൽ school of thought are extremely important. His contributions are the maturity and immaturity theory, the integration of individual and organizational goals, and the model 1 and model 2 patterns. According to the maturity and immaturity theory, people progresses from a stage of immaturity and depends to a state of maturity and independence. ഒന്നുമില്ല, ക്രിസ് കൊണ്ടുവന്നിരിക്കുന്നത് മെച്യൂരിറ്റി ആൻഡ് ഇമ്മെച്യൂരിറ്റി തിയറിയാണ്. പീപ്പിൾ ആദ്യം എന്തായിരിക്കും, ഇമ്മെച്യൂർഡ് ആയിരിക്കും, ദെൻ ഇമ്മെച്യൂർഡ് സ്റ്റേജിൽ നിന്ന് മെച്യൂർഡ് സ്റ്റേജിലേക്ക് മാറുന്നു, അതിൽ നിന്ന് അവരെന്താക്കി മാറുന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, നമ്മൾ ഇമ്മെച്യൂരിറ്റി, നമുക്ക് മെച്യൂരിറ്റി ഇല്ലാത്ത കാലത്ത് നമ്മളെപ്പോഴും എന്തായിരിക്കും, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് വർക്കേഴ്സിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇമ്മെച്യൂരിറ്റി സ്റ്റേജാണ്, അവർ ഡിപ്പെൻഡൻ്റ് ആണ്. ദെൻ അതിന് ശേഷം അവരെന്തായിട്ട് മാറുന്നു, മെച്യൂർഡായിട്ട് മാറുന്നു, അവർ
അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ അവർക്ക് അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ മാറും. ഓക്കെ, അതാണ് ക്രിസ് കൊണ്ടുവന്നത്. അപ്പം മെയ്ലി മാർക്കറ്റ് ഫോളറ്റ് അവർ കൊണ്ടുവന്നത് ഹ്യൂമൻ എലമെൻറ്റിനും ഗ്രൂപ്പ് എഫേർട്ടിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. എൽട്ടൺ മയോ ഹൗത്തോൺ സ്റ്റഡി നടത്തി. അതിൽ ആളുകളുടെ വർക്കേഴ്സിൻ്റെ ഓൺ ദ ജോബിലുള്ള ആറ്റിറ്റ്യൂഡും അതേപോലെ തന്നെ അവരുടെ റിയാക്ഷനും സൈക്കോളജിക്കൽ റിയാക്ഷനുമാണ് പഠിച്ചത്. ഇതിന് അബ്രഹാം മാസ്ലോ ഹ്യൂമൻ നീഡ്സിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഈ നീഡ്സാണ് മോട്ടിവേഷനിലേക്കുള്ള അവരുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു സേഫ്റ്റി നീഡ് ഉണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു സേഫ്റ്റി നീഡ് ഉണ്ടെങ്കിൽ, സേഫ്റ്റി വേണം എന്നൊരാവശ്യം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യും, ആ സേഫ്റ്റി നീഡിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും സെക്യൂർഡ് ആവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ മെഗ്രിഗർ പറയുന്നത് തിയറി എക്സും തിയറി വൈയും ആണ്. തിയറി എക്സിൽ ആളുകൾ നെഗറ്റീവായിട്ടുള്ള ആളുകളാണ്, അംബീഷൻസ് ഒന്നും ഉണ്ടാവില്ല, വർക്കിനെ ഇഷ്ടപ്പെടില്ല, റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആളുകളായിരിക്കും. തിയറി വൈ പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ആളുകളാണ്, സെൽഫ് കൺട്രോളുള്ള എംപ്ലോയീസാണ്, ഇന്നോവേറ്റീവാണ്, ക്രിയേറ്റീവാണ്. ക്രിസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇമ്മച്യൂരിറ്റി ആൻഡ് ഇമ്മച്യൂരിറ്റി തിയറി. അതിൽ ഒരു വർക്കർ എന്ന് പറയുന്നത് ഇമ്മച്യൂരിറ്റി സ്റ്റേജിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ആ ഇമ്മച്യൂരിറ്റി സ്റ്റേജിൽ നിന്ന് അവരെന്തായിട്ട് മാറും, മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് കടക്കും. അവർ ഇമ്മച്യൂരിറ്റി സ്റ്റേജിൽ അവർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ദെൻ അദ്ദേഹം മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് കടക്കും, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ് ക്രിസ് കൊണ്ടുവന്ന തിയറി. അങ്ങനെ 5 പേരാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ.